മോഹൻലാലിനെ പോലെ സിനിമാ കരിയറിലുടനീളം ഇത്രയധികം ഗോസിപ്പുകൾക്ക് വിധേയനായ മറ്റൊരു മലയാള നടനുണ്ടാവില്ല. സിനിമാ സെറ്റിൽ ഒരു നടിയുമായി ഒരു 2 മണിക്കൂർ അടുത്തിരുന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസം അതിനെപ്പറ്റി മസാല ചേർത്ത് ഒരു 2 വരി എഴുതിയില്ലെങ്കിൽ മനസമാധാനം ഇല്ലാത്ത മഞ്ഞപ്പത്രക്കാരുടെ കാലഘട്ടത്തിൽ നിന്നാണ് അദ്ദേഹം ഇവിടം വരെ എത്തിയത്. ഇന്നും ആ ഗോസിപ്പുകൾക്ക് ഒരു കുറവുമില്ല. അതിന്റെ നിറവും മണവും ഒക്കെ മാറി പുതിയ രുചിക്കൂട്ടുകളിൽ നമുക്ക് മുന്നിൽ എത്തുന്നു എന്ന് മാത്രം. ഇനി അദ്ദേഹം നേരിട്ട പ്രധാന ഗോസിപ്പുകളിലൂടെയും അതിന്റെ യാഥാർത്ഥ്യങ്ങളിലെയും നമുക്കൊന്ന് പോയി നോക്കാം. ഗോസിപ്പ് നമ്പർ 1. മോഹൻലാലിന്റെ കരിയറിന്റെ തുടക്കകാലത്ത് അദ്ദേഹത്തിന് പ്രായം 25-ൽ താഴെയായിരുന്നു. പോരാത്തതിന് അവിവാഹിതനും കൂടുകൂടെ തമാശകൾ പൊട്ടിക്കുന്ന ജോളിയായ ഒരു ചെറുപ്പക്കാരൻ. ഒരുപക്ഷെ ഈ കാരണങ്ങൾ തന്നെയാകും നടി ലക്ഷ്മിയെ ലാലിനെ തന്റെ റൂമിലേക്ക് രാത്രി ക്ഷണിക്കാൻ പ്രേരിപ്പിച്ചതും. ലക്ഷ്മിയെ പോലെ സീനിയർ ആയ സിനിമാ ഫീൽഡിൽ അത്യാവശ്യം ഹോൾഡ് ഉണ്ടായിരുന്ന ഒരു നടിയെ പിണക്കുന്നത് അഭികാമ്യമല്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാവാം അദ്ദേഹം മനസ്സില്ലാ മനസ്സോടെ പല രാത്രികളിലും അവരുമായി കിടക്ക പങ്കിട്ടത് എന്ന് പറയപ്പെടുന്നു. ഇവരുടെ മകൾ ഐശ്വര്യയുടെ നായകനായി മോഹൻലാൽ പിൽക്കാലത്ത് ബട്ടർഫ്ലൈസ് എന്ന സിനിമയിൽ അഭിനയിച്ചു എന്നത് ചരിത്രം. ഗോസിപ്പ് നമ്പർ 2. സിനിമയിൽ ഒരു മികച്ച അമ്മ മകൻ ബന്ധം ഏതെന്ന് ചോദിച്ചാൽ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്ന പേര് മോഹൻലാൽ, കവിയൂർ പൊന്നമ്മ എന്നിവരുടേത് ആയിരിക്കും. കിരീടവും മായ മയൂരവും ഒക്കെ അമ്മയും മകനുമായി അവർ ജീവിച്ചഭിനയിച്ച സിനിമകൾ ആയിരുന്നു. പക്ഷെ ക്യാമറയ്ക്ക് പിന്നിൽ അവരുടെ ബന്ധം അങ്ങനെ ആയിരുന്നില്ല എന്നാണ് പറയപ്പെടുന്നത്. മോഹൻലാലിനെ കുറിച്ചുള്ള ഗോസിപ്പുകളിൽ ഏറ്റവും മ്ലേച്ഛമായതും അവിശ്വസനീയവുമായ ഗോസിപ്പുകളിൽ ഒന്നായിരുന്നു ഇത്. പക്ഷെ അതിനെ അങ്ങനെ അങ്ങ് തള്ളിക്കളയേണ്ട എന്നാണ് ചില മസാല പത്രങ്ങൾ കാരണസഹിതം പണ്ട് എഴുതിവിട്ടത്. 80കളിൽ അമ്മയും മകനുമായി അവർ അഭിനയിക്കാൻ തുടങ്ങുമ്പോൾ അവർ തമ്മിലുള്ള പ്രായ വ്യത്യാസം 15 വയസ്സ് മാത്രമായിരുന്നു എന്നും അന്ന് തന്റെ 40കളിലായിരുന്ന പൊന്നമ്മയുടെ ചരിത്രവും ചാരിത്ര്യവും ഒന്നും അത്ര വെടിപ്പായിരുന്നില്ല എന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു. ഒരു ബ്രോത്തൽ സെറ്റപ്പ് വരെ അവർക്കുണ്ടായിരുന്നു എന്നാണ് അന്ന് അവർ എഴുതിവിട്ടത്. ഇന്ന് അർജുൻ കപൂറിനും മലൈക അറോറയ്ക്കും ആകാമെങ്കിൽ അവർക്ക് എന്തുകൊണ്ടായിക്കൂടാ എന്ന് ആ ബന്ധത്തെ ന്യായീകരിക്കുന്നവരുമുണ്ട്. ഗോസിപ്പ് നമ്പർ 3. സിനിമയിൽ ടെക്നിക്കൽ മേഖലയിൽ വർക്ക് ചെയ്തിരുന്ന ഒരു സുഹൃത്ത് പങ്കുവെച്ച കാര്യമാണ് ഇനി പറയാൻ പോകുന്നത്. കിളിച്ചുണ്ടൻ മാമ്പഴം ലൊക്കേഷൻ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സിനിമയിൽ ശ്രീനിവാസിന്റെ ഭാര്യമാരായ സ്ത്രീകളും സുകുമാരിയമ്മ അടക്കമുള്ള മറ്റു ചില നടിമാരും ലൊക്കേഷനിലുള്ള വീടിന്റെ മട്ടുപ്പാവിൽ നിരനിന്ന് താഴേക്ക് കച്ചവടത്തിനായി വന്ന മോഹൻലാലിനെ നോക്കുന്ന സീൻ ആണ് ഷൂട്ട് ചെയ്യുന്നത്. പെട്ടെന്ന് പ്രിയനും ലാലും പൊട്ടിച്ചിരിച്ചുകൊണ്ട് അവിടെ നിന്നും മാറി ദൂരെ പോയിരുന്നു. അവർക്ക് ചിരിയടക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. പിന്നീട് ആ ചിരിക്ക് പിന്നിലെ രഹസ്യം സെറ്റിൽ പുറത്തായി. ആ നിരന്നു നിന്ന എല്ലാ നടിമാരുമായും മോഹൻലാൽ ലൈംഗിക വീഴ്ച നടത്തിയിട്ടുണ്ടായിരുന്നു എന്നതായിരുന്നു ആ ചിരിക്ക് പിന്നിലെ കാര്യം. ഗോസിപ്പ് നമ്പർ 4. വിസ്മയത്തുമ്പത്ത് എന്ന സിനിമയിൽ മോഹൻലാലിന്റെ നായികയായി അഭിനയിച്ച നയൻതാര കാസ്റ്റിംഗ് ക്രോച്ചിന്റെ ഭാഗമായി മോഹൻലാലുമായി ബന്ധത്തിൽ ഏർപ്പെടുകയും അബദ്ധത്തിൽ അവർ പ്രഗ്നന്റ് ആവുകയും ചെയ്തു എന്ന് പറയപ്പെടുന്നു. അന്ന് കോട്ടയത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ അതീവ രഹസ്യമായി അവരുടെ ഗർഭഛിദ്രം നടത്തിയെന്നും അതേ തുടർന്ന് മോഹൻലാലുമായുള്ള അവരുടെ സൗഹൃദം വഷളായെന്നും പറയപ്പെടുന്നു. ഗോസിപ്പ് നമ്പർ 5. മീ ടു പിടിമുറുക്കിയ കാലഘട്ടമാണല്ലോ ഇത്. ലാലേട്ടന്റെ പേര് പറയാതെ പറഞ്ഞ് ഒരു ബംഗാളി നടി ഈയിടെ രംഗത്ത് വന്നിരുന്നു. ഇന്ന് വളരെ പ്രശസ്തനായ ഒരു നടനിൽ നിന്നാണ് സെറ്റിൽ വെച്ച് തനിക്ക് ആ ദുരനുഭവം ഉണ്ടായതെന്ന് അവർ പറഞ്ഞിരുന്നു. ഈ കാര്യം ആ സിനിമയുടെ സംവിധായകനോട് പറഞ്ഞപ്പോൾ സിനിമയിലെ കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും എന്നായിരുന്നു അയാളുടെ മറുപടി. പിന്നീടാണ് അറിഞ്ഞത് ആ നടനും സംവിധായകനും ഉറ്റ സുഹൃത്തുക്കളാണെന്ന്. ആ നടൻ മോഹൻലാലും സംവിധായകൻ പ്രിയദർശനുമാണെന്ന് പറയപ്പെടുന്നു. ഗോസിപ്പ് നമ്പർ 6. മോഹൻലാൽ സിംഗപ്പൂരിൽ വെച്ച് ഒരു പാർട്ടി നടത്തിയെന്നും താൻ കിടക്ക പങ്കിട്ട സ്ത്രീകളുടെ എണ്ണം 3000 തികഞ്ഞതിന്റെ ആഘോഷമായിരുന്നു അതെന്നും പറയപ്പെടുന്നു. മനോരമ ചാനലിലെ ഇന്റർവ്യൂവിൽ ഇതേപറ്റി ജോണി ലൂക്കാസ് ലാലിനോട് ചോദിച്ചപ്പോൾ ആ കണക്ക് തെറ്റാണെന്നും യഥാർത്ഥ കണക്ക് അതിനും മുകളിലാണെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ ചിരിച്ചുകൊണ്ടുള്ള മറുപടി. മോഹൻലാൽ എന്ന നടനോടുള്ള ഇഷ്ടക്കൂടുതൽ തന്നെയായിരിക്കാം അദ്ദേഹത്തിന്റെ സ്വകാര്യ ജീവിതത്തിലേക്ക് എത്തി നോക്കാൻ നമ്മളെ പ്രേരിപ്പിച്ചതും അതേക്കുറിച്ചറിയാൻ നമ്മൾ ഉത്കണ്ഠാകുലരായതും. പക്ഷെ ഇതിനെല്ലാം ഉപരി അദ്ദേഹവും തന്റേതായ സ്വകാര്യതകളും ദൗർബല്യങ്ങളുമുള്ള സാധാരണ മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ ബന്ധങ്ങളെല്ലാം ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ളതായിരുന്നു. അത് ഇന്ന് കോടതി അംഗീകരിച്ചതുമാണ്. മാത്രമല്ല അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണങ്ങളിൽ ഒന്നിനെതിരെ പോലും ഒരു കോൺക്രീറ്റ് പ്രൂഫ് കണ്ടെത്താൻ അദ്ദേഹത്തിന്റെ വിമർശകർക്കോ ഏതെങ്കിലും മാധ്യമത്തിനോ ഇന്ന് വരെ കഴിഞ്ഞിട്ടില്ല. എല്ലാം കിംവദന്തികൾ മാത്രം. എങ്കിലും ലാൽ പെണ്ണുപിടിയനാണെന്ന് ആളുകൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു.